പ്രിയപ്പെട്ട പുസ്തകത്തിന്റെ കാര്യം ചോദിച്ചു നോക്ക്. ആ ചോദിച്ചോക്ക്, പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലടാ ഞാനേ ചെല്ലൊക്കെ നമ്മളേ മറ്റേ ഈ ഫയർഫോഴ്സിന്റെ ഒരു പുസ്തകം ഞാൻ അവിടെ വെച്ചിണ്ടായിരുന്നല്ല, അതങ്ങനെ കിട്ടിയായിരുന്നടാ. എന്തിന്റെ ചോട്ടില്? എന്തിന്റെ ചോട്ടില്? തീപ്പോയിന്റെ ചോട്ടില്ല. അതെന്തിനു നീ എടുത്തേ? അത് ഈ തീപിടുത്തത്തിനുള്ളതാ. തീപിടുത്തം വരുമ്പോ അത് വായിക്കണം നമ്മൾ. എന്നിട്ട് അത് വായിച്ച് നോക്കിട്ട് ഇല്ല, അപ്പൊ തീപിടുത്തല്ലേ, നീ അപ്പം പറഞ്ഞല്ലേ ഇന്ന് പോയിട്ട് പഠിക്കണം. എനിക്ക് ആവശ്യമില്ല. നാളെ തീപിടുത്തം അറിയില്ലല്ലോ. എനിക്ക് തീപിടുത്തം വരുന്നത് തീ ഉണ്ടാവണ സാധനമില്ലേ, തീ കത്തണ്ടത്, അതൊന്ന് റെഡി ആവട്ടെ. അതിന് വേറെ പുസ്തകം ഉണ്ട്. അത് സുന്നത്ത് കല്യാണം കഴിയുമ്പോ അറിയാം. ആ പുസ്തകം അവര് തരുവാണ്. അതേ എടുത്തില്ല. ഞാൻ എന്റെ കാറ് ഇങ്ങനെ ഓടിച്ച് കളിക്കുമ്പോ കാറ് പോയിട്ട് എന്റെ മുട്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ മറ്റേ ഇതില്ലേ, ടീ പോയിന്റ് അടിയില് കാർപ്പറ്റ് ഇല്ലേ, അതിന്റെ അടിയിലുണ്ട്. അത് എടുക്കണ്ട കേട്ടോ. അത് വലിയ മാമന്മാര് മറ്റേ തീ കത്തുമ്പോ എന്ത് ചെയ്യണം, എങ്ങനെ അണയ്ക്കണം, എങ്ങനെ അതാക്കണം എന്നൊക്കെ ഉള്ളൊരു പുസ്തകമാണ്. അപ്പൊ അത് നീ വായിക്കാനായിട്ടില്ല. എന്നിട്ട് ഇവനെ എങ്ങനെയാന്ന് ടക്കായി മാമന്റെയോ അല്ലെങ്കിൽ ഷിബു മാമന്റെ ഒക്കെ ആയിരിക്കും. അതൊന്നും എടുക്കരുത് കേട്ടോ. അത് ഇനി മേക്ക് മാമന്റെ ഒന്നും അറിയാൻ പാടില്ല. ഇനിയിപ്പോ ഈ ഇടമായിട്ട് മേക്ക് മാമനും അതൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല. നോക്കാം. അതുകൊണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും മാമന്മാരതായിരിക്കും. അപ്പൊ അതൊന്നും എടുത്ത് വായിക്കരുത്. എന്നാ നമുക്ക് മുതുക്കിലോട്ട് പോവാം.